പാലക്കാട്ടേക്കാണ് അപകടത്തിൽ മരിച്ച ശ്രീദീപിൻ്റെ സംസ്കാരം നടക്കാൻ പോവുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് പാലക്കാട് ശ്രീദീപിൻ്റെ വീട്ടിൽ നിന്നും വന്നത്. മിടുക്കനായൊരു വിദ്യാർത്ഥിയായിരുന്നു, കായികരംഗത്തും കഴിവ് തെളിയിച്ച മിടുക്കനായൊരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ്. പാലക്കാട് സ്വദേശിയായ ശ്രീദീപിൻ്റെ സംസ്കാര ചടങ്ങുകൾ ശേഖരിപുരം ചന്ദ്രനഗർ ശ്മശാനത്തിൽ നടക്കുകയാണ്. ഏക മകൻ ഡോക്ടറായി തിരികെ വരുന്നതും കാത്ത് പ്രതീക്ഷയോട് കൂടിയിരുന്ന കുടുംബമാണ്. പക്ഷേ ചേതനയറ്റാണ് ആ മകൻ തിരിച്ചു വന്നത്. ആ നാടൊന്നാകെ വേദനയിലായിരുന്നു. ഗോകുൽ VS അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ശ്രീദീപും യാത്രയായി. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും വേദനിപ്പിക്കുന്ന മുഹൂർത്തവുമാണ് ഇപ്പോൾ. ശ്രീദീപിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വൈദ്യുതി ശ്മശാനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വലിയ, അതായത് ഒരുപാട് സ്വപ്നമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്, യാത്ര തിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ MBBS എന്ന മോഹത്തിന്റെ ആ ഒരു സ്വപ്നം വെച്ച് ഒരു വർഷം കഠിനാധ്വാനം ചെയ്താണ് ശ്രീദീപ് പഠിച്ചത്. ഒരു വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ ആ സീറ്റ്, MBBS സീറ്റ്, വണ്ടാനം മെഡിക്കൽ കോളേജിലെ സീറ്റ്, അതിന് 55 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ ശ്രീദീപ് യാത്രയായി. ഏതായാലും വലിയ വികാര നിർഭരമായ കാഴ്ചകൾക്കാണ് നമ്മുടെ പാലക്കാട് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശ്രീദീപിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് അയൽവാസികളെല്ലാം തന്നെ ശ്രീദീപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ കൂടിയെത്തി. സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഇനി ശ്രീദീപ് എന്നത് ഒരു എക്കാലത്തെയും പാലക്കാട്ടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഓരോ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ ഉള്ളിലെ ഓർമ്മകൾ മാത്രമായിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എടുത്തു പറയേണ്ടതാണ്. അവർക്ക് ഇനി മറ്റാരുമില്ല, അവരുടെ ഏക മകനാണ്. അവർക്ക് ഇതെല്ലാം നേരിടാനുള്ളൊരു ശക്തി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആശ്വസിക്കാൻ മാത്രമേ കഴിയൂ. ശരിയാണ്, ഏറെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഏക മകനാണ്, അച്ഛൻ്റെ അമ്മയുടെയും ഏക പ്രതീക്ഷയായിരുന്നു മകൻ. ഡോക്ടറായി തിരികെ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. 1-ാം വർഷത്തിൽ തന്നെ ആ ആഗ്രഹമെല്ലാം പൊലിഞ്ഞു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കളർകോടുണ്ടായ വാഹനാപകടത്തിൽ വേദനയായ ഓർമ്മയായി മാറുകയാണിപ്പോൾ പാലക്കാട് സ്വദേശിയായ ശ്രീദീപും. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ശ്മശാനത്തിൽ അവിടെ നിന്നുള്ള കാഴ്ചകൾ, അവിടുത്തെ വിവരങ്ങൾ കൂടിയാണിപ്പോൾ ഗോകുൽ VS നമ്മളോട് പറഞ്ഞത്. മികച്ചൊരു കായിക പ്രതിഭ കൂടിയായിരുന്നു ശ്രീദീപ് എന്നുള്ളതാണ്. നാടിൻ്റെ ഒന്നാകെ പ്രിയപ്പെട്ടവൻ കൂടിയായിരുന്നു. പാലക്കാട് ആ വീട്ടിൽ നിന്ന് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ നിമിഷവും നമ്മൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. നാടൊന്നാകെ ശ്രീദീപിനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെയൊക്കെ നമുക്ക് ആ വേദന അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ആ ശ്മശാനത്തിന് പുറത്തായിട്ടും ആ ദൃശ്യത്തിൽ പോലും കാണാൻ ആ സുഹൃത്തുക്കളെല്ലാവരും അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു വേദന തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് അവിടെ.